ബി.ജെ.പി ഒരുക്കിയ കെണിയിൽപ്പെട്ട തരൂരും കോൺഗ്രസും. തരൂരിന് ഇത് അനുഗ്രഹമാകുമ്പോൾ കോൺഗ്രസ് പെട്ടിരിക്കുന്നത് ഊരാക്കുടുക്കിൽ. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെയും അതിനെ പിന്തുടർന്നുണ്ടായ തിരിച്ചടികളെയും കുറിച്ചുള്ള രാജ്യത്തിന്റെ നിലപാട് മറ്റ് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നടപടികളും ഇന്ന് ഏറെ ബാധിച്ചിരിക്കുന്നത് തെക്കേയറ്റത്തുള്ള കേരളത്തെയാണെന്ന് പറയാം. പാകിസ്ഥാൻ പിന്തുണയോടെ ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്ന സർവകക്ഷി സംഘത്തിലെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ അമർഷത്തിന്റെ വെടിപൊട്ടിയിരിക്കുകയാണ്. 7 സർവകക്ഷി സംഘങ്ങളാണ് മെയ് 22 മുതൽ ജൂൺ 2 വരെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുക. സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്താൻ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശശി തരൂരിനെ ഒഴിവാക്കിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് 4 പേരുടെ പട്ടിക സർക്കാരിന് സമർപ്പിച്ചത്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നാസിർ ഹുസൈൻ, അമരീന്ദർ സിംഗ്, രാജ ബ്രാർ എന്നീ നേതാക്കളുടെ പേരാണ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലിസ്റ്റിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. കൂടാതെ ശശി തരൂർ, മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി, അമർ സിംഗ് എന്നിവരെയും സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സർക്കാർ തീരുമാനം അഭിമാനമായി കാണുന്നുവെന്നായിരുന്നു ശശി തരൂരിന്റെ അഭിപ്രായം. ഇതുകൂടി പുറത്തു വന്നതോടെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തി. ഇതോടെ വിഷയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശശി തരൂർ സ്വീകരിച്ച നിലപാട് പല കോൺഗ്രസ് നേതാക്കളിലും അതൃപ്തി ഉളവാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ പുതിയ സംഭവവികാസം. കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ ശശി തരൂർ സംഭവത്തിലെ നിലപാട് വിഷയമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ശശി തരൂരിന് മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാളും ജനപ്രീതിയുണ്ട്. അത് രാഷ്ട്രീയ പ്രായഭേദമന്യേ ഉണ്ടെന്നത് കോൺഗ്രസിനും ശശി തരൂരിനും വ്യക്തമായി അറിയുകയും ചെയ്യാം. ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണയും എതിർപ്പും ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ വിഷയം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. ശശി തരൂരിനോടോ അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ വിയോജിക്കാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി തരൂരിനെതിരെ കുറച്ചുകൂടി ജാഗ്രതയോടെയുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡുമായി അടുത്തു നിൽക്കുന്നവരിൽ പലർക്കുമുള്ളത്. എന്നാൽ പാർട്ടി കർശന നടപടി സ്വീകരിച്ച തരൂരിനെ പുറത്താക്കിയാൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി മറുവശത്ത് ബി.ജെ.പിയും സി.പി.എമ്മും ഉണ്ട്. ബി.ജെ.പിയിൽ ചേർന്നാൽ തരൂരിന് വിദേശകാര്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജ്യസഭാ എം.പിയായി തിരഞ്ഞെടുക്കാനും കഴിയും. എന്തായാലും കോൺഗ്രസിന് ഇത് പുലിവാൽ പിടിച്ചതുപോലെയായെന്ന് പറയാം. തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ.